തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഹാരിസിനോട് വിശദീകരണം ചോദിച്ച് നൽകിയിരിക്കുന്ന ഒരു കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ കത്തിൽ പറയുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനം ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്, ഫേസ്ബുക്കിൽ ഈ സംവിധാനത്തെ ആകെ അപകീർത്തിപ്പെടുത്തും വിധം പോസ്റ്റ് ഇട്ടത്, ഇതെല്ലാം ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതൊക്കെ ചട്ടമാണ് ലംഘിച്ചത് എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സർക്കാർ സർവീസ് ചട്ടപ്രകാരം 1960 ചട്ടപ്രകാരം 56, അതോടൊപ്പം തന്നെ 60A, 62 തുടങ്ങിയ വകുപ്പുകളിലെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡോക്ടർ കൃത്യവിലോപം നടത്തി എന്നുള്ളതാണ്. അതായത് പ്രോബ് എന്ന് പറയുന്ന ഉപകരണം ഇല്ല എന്ന് പറഞ്ഞ് ഒരു ശസ്ത്രക്രിയ ഡോക്ടർ മുടക്കി എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഈ കത്തിൽ പറഞ്ഞു വെക്കുന്നു. അതിനാൽ തന്നെ ഡോക്ടർക്കെതിരെ ശക്തമായ നടപടി തന്നെ വരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളത് അവഹേളിക്കുന്നതിന് തുല്യമാണത്. അവർ സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യുന്നില്ല, പിന്നെ നമ്മളെ പ്രതിയാക്കുകയും ചെയ്യുന്നത് അതിനേക്കാളും വലിയ കുറ്റകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ശസ്ത്രക്രിയ മുടക്കേണ്ട കാര്യം എനിക്കെന്താ ശസ്ത്രക്രിയ മുടക്കിയിട്ടുണ്ട്? ഉപകരണം ഇല്ലായിരുന്നു, അതിലൊരു ഉറച്ചു നിൽക്കുകയാണ്. ഉപകരണങ്ങളുടെ അപര്യാപ്തത മൂലം ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴ, അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 4 അംഗ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കലുമായും മറ്റു വിഭാഗത്തിലെ മേധാവികളുമായി എല്ലാം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരിൽ നിന്നെല്ലാം വിവരം തേടിയിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഹാരിസ് പറഞ്ഞതിൽ വസ്തുത ഉള്ളത് എന്നും അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് വസ്തുതാപരമല്ലാത്തത് എന്നും തിരിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ആരോഗ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹാരിസിനെതിരെയുള്ള നടപടിക്ക് മുന്നോടിയായുള്ള ഒരു വിശദീകരണം തേടൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത് ഹാരിസ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വസ്തുതാപരമല്ല എന്നുള്ളത് തന്നെയാണ്. അത് ഗുരുതരമായൊരു കണ്ടെത്തൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഹാരിസിനെതിരെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ആദ്യം ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന പോലും ഈ പറയുന്ന ഹാരിസ് ചിറക്കലിനെ ചേർത്ത് പിടിക്കും എന്നുള്ളതായിരുന്നുവെങ്കിൽ ഹാരിസിനെ ഇപ്പോൾ കൈവിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോയി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. എന്തോ ഒരു തെറ്റാണ്. എന്തായാലും ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരിക്കെ അങ്ങനെ ശക്തമായൊരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹാരിസിന് പിന്തുണ പ്രഖ്യാപിച്ച് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് KGMCT അടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കത്തിന് മറുപടി നൽകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകും. അത് നാളെ തന്നെ നൽകും. അതിനുള്ള കൃത്യമായ തെളിവുകൾ, താൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവുകൾ സഹിതം നാളെ മറുപടി നൽകും എന്നുള്ളതാണ് ഹാരിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഹാരിസിന്റെ മറുപടി ലഭിച്ച ശേഷമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തുടർന്നുള്ള നടപടികൾ.